ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വൃന്ദായൈ തുളസീദേവ്യായൈ പ്രിയായൈ കേശവസ്യ ച കൃഷ്ണഭക്തിപ്രദേ ദേവ്യൈ സത്യവത്यै നമോ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലാഭം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാനെ സ്മരിക്കാൻ സാധിക്കുക. കീർത്തനീയ സദാ ഹരി, നിരന്തരം ഭഗവാനെ സ്മരിക്കാൻ സാധിക്കുക. ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി എന്നാണ്. അവസാന ഘട്ടത്തിൽ ഭഗവാനെ സ്മരിക്കാൻ സാധിക്കുക. അപ്പോൾ അവസാന ഘട്ടത്തിൽ ഏത് നിമിഷമാണ് അവസാനമെന്ന് നമ്മൾക്കറിയാത്തത് കൊണ്ട് അത് പ്രതിശ്വാസാന്തേ, ഓരോ ശ്വാസത്തിൻ്റെ അവസാനത്തിലും ഭഗവാനെ സ്മരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവസാന ഘട്ടത്തിൽ ഭഗവാനെ സ്മരിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ്. അപ്പോൾ അതിനുള്ള പരിശീലനമാണ് ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടം മുതൽക്ക് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ജീവിതത്തിൻ്റെ ലക്ഷ്യവും അത് തന്നെയാണ് എന്നാണ്. ഇപ്പോൾ ഏപ്രിൽ 3-ാം തീയതി നമ്മളെ ലോകത്തെ എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ സാക്ഷാൽ ജഗന്നാഥ സ്വാമി ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ രാധാകൃഷ്ണന്മാർ ഇവർ എല്ലാവരും ഒന്നിച്ച് ചേർന്നിട്ടുള്ള ഒരു വിശേഷപ്പെട്ട രഥയാത്ര ആരംഭിക്കുകയാണ്. പ്രത്യേകിച്ചും അത് എൻ്റെ നാട് എന്നുള്ളത് കൊണ്ട്, ഞാൻ ജനിച്ചു വളർന്ന നാട് എന്നുള്ളത് കൊണ്ട്, പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ്റെ സ്റ്റുഡൻസ് ശിഷ്യന്മാരാണ് ഇത് സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എനിക്ക് അരീക്കോട് എന്നുള്ള ഈ നാടിനോട് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു അടുപ്പം ഉണ്ട്. ആ ദിവസം അവിടെ എത്തേണ്ടതായിരുന്നു. പക്ഷേ ചില സാങ്കേതികമായിട്ടുള്ള കാരണങ്ങളെ കൊണ്ട് അവിടെ എത്തിച്ചേരാനായിട്ട് സാധിച്ചില്ല. കുഗ്രാമമാണ് വാസ്തവത്തിൽ അരീക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എങ്ങനെയാണ് അവിടെ ഈ ഒരു സംസ്കാരം എത്തിച്ചേർന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കുറേ കാലങ്ങൾ പിന്നോട്ട് പോവേണ്ടതായിട്ട് വരും. ഏകദേശം ഒരു 90 വർഷങ്ങൾക്ക് മുമ്പ് ആണ് എന്ന് തോന്നുന്നു അവിടെ ഗുരുവായൂരപ്പനെ ഭജിക്കാനായിട്ട് ഒരു സാധു ബ്രാഹ്മണൻ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വന്നു. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ഒരു 2-3 വർഷത്തിന് ശേഷം അദ്ദേഹം കാശിയിലേക്ക് പോയി. കാശിയിൽ നിന്നും അദ്ദേഹം വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നു ആ ഗുരുനാഥൻ. അങ്ങനെ ആ ഗുരുനാഥൻ വൃന്ദാവനത്തിൽ താമസിക്കുന്ന അതേ സമയത്ത് സാധു ബ്രാഹ്മണനായിട്ടുള്ള ആൾ, അദ്ദേഹത്തിൻ്റെ മകളാവാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അപ്പോൾ അദ്ദേഹം ഗുരുവായൂരപ്പൻ്റെ അടുത്തിരുന്നു കൊണ്ട്
ശ്രീമൽ ഭാഗവതം 18 വർഷം നിരന്തരമായിട്ട് പാരായണം ചെയ്ത് ഭഗവാനെ അഭയം പ്രാപിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരുന്നു. ആ മഹാത്മാവ് 57 വയസ്സായപ്പോഴേക്ക് അദ്ദേഹത്തിന് ഭഗവാന്റെ അടുത്തേക്ക് പോകേണ്ടതായിട്ട് വന്നു. ഒരുപക്ഷെ ആ ഒരു വൃന്ദാവനത്തിൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും ആ ഒരു തീവ്രമായിട്ടുള്ള തപസ്സിൻ്റെയും അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടായിരിക്കാം ആ നാട്ടിൽ, അതായത് അരീക്കോട് എന്നുള്ള ആ സ്ഥലത്ത് ഇങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാവാനായിട്ട് കാരണം. പിന്നെ നിഷ്കളങ്കരായിട്ടുള്ള അനേകം ആളുകൾ, വളരെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ, എന്തും പറഞ്ഞാൽ സാധാരണക്കാരോട് പറഞ്ഞാൽ ഭഗവാനെക്കുറിച്ച് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന പറയുക. അപ്പോൾ അവർക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാനും ഭഗവാനെ ആശ്രയിക്കാനും സാധിച്ചു. ഇന്ന് ലോകത്തിനെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പല 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 സ്ഥലങ്ങളിൽ നിന്നും ഭക്തന്മാർ എത്തിച്ചേരുക. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഐശ്വര്യ സമ്പൂർണമായിട്ടുള്ള ഒരു രഥയാത്ര, ഒരു ആഘോഷമാണ് അവിടെ നടക്കാനായിട്ട് പോണത്. പിന്നെ ഏത് വിധത്തിലുള്ള ആളുകളെയും അതിൽ സഹകരിപ്പിക്കുക എന്നുള്ളത് അതിലെ സംഘാടകരുടെ പ്രത്യേകതയുമാണ്. പ്രത്യേകിച്ചും പ്രജീഷ് മുതലായിട്ടുള്ള അതിന് നേതൃത്വം വഹിക്കുന്ന ആളുകൾ അത്രയും ആത്മാർത്ഥമായിട്ടുള്ള ആ ഭക്തിയുടെ തീവ്രമായിട്ടുള്ള ആ ഒരു ഭാവത്തിൽ കൂടെ സഞ്ചരിച്ച് അത് ലോകത്തിന് പകർന്നു പോകും. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ഒരു വ്യക്തി സംസാരിച്ചു കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്നവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കും, അതിനനുസരിച്ച് പ്രവർത്തിക്കും. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ വളരെ ഗംഭീരമായിട്ട് ഈ രഥയാത്ര നടന്നു. പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു ആഘോഷമായിരുന്നു രഥയാത്ര എന്നുള്ളത്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരത്തോടു കൂടിയിട്ടാണ്, അവിടുന്ന് പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ വന്നതോടു കൂടിയിട്ടാണ് പുരി ജഗന്നാഥൻ്റെ മഹിമ ലോകം മുഴുവൻ അറിയാൻ തുടങ്ങിയത്. അതായത് ഭഗവാന്റെ ആ ബാലലീലകൾ, വൃന്ദാവനത്തിലെ ബാലലീലകൾ സ്മരിച്ചുകൊണ്ട് ഭഗവാൻ എപ്പോഴും ഒരു ആ മനസ്സ് ഉരുകുന്ന ഒരവസ്ഥ, മനസ്സ് മാത്രമല്ല ശരീരവും ഉരുകിപ്പോകുന്ന അവസ്ഥ എന്നാണ്. ഇവിടെ ദ്വാരകയിൽ ഭഗവാൻ സദാസമയം വൃന്ദാവനത്തിനെ കുറിച്ചിട്ട് ഓർത്ത് വിലപിക്കുന്നത് കണ്ട സമയത്താണ് ഭഗവാന്റെ ആ പത്നിമാരായിട്ടുള്ള രുക്മിണി മുതലായവർക്ക് ഇതെന്താണ് അതിന് കാരണം എന്ന് അറിയണമെന്ന് ആഗ്രഹം തോന്നുന്നത്. അപ്പോൾ രോഹിണി ദേവിയാണ് അതിന് മറുപടി പറയുന്നത് എന്നാണ്. ഭഗവാൻ വൃന്ദാവനത്തിലെ ലീലകൾ, ഭഗവാന്റെ ആ ദിവ്യമായിട്ടുള്ള ആ യശോദാനന്ദന്മാരുടെ വാത്സല്യവും ഗോപന്മാരുടെ ആ സ്നേഹ സഖ്യഭാവവും, അതേപോലെ ആ ഗോപിമാരുടെ പ്രേമഭാവവും അതിൽ അലിഞ്ഞു പോകുന്ന അവസ്ഥ. സ്വർണം ഉരുകാൻ എത്ര കലോറി വേണമെന്നുണ്ടെങ്കിൽ അതിൽ എത്രയോ 1000 ഇരട്ടി ആയിട്ടാണ് ഭഗവാൻ നിരന്തരം ഉരുകിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. അങ്ങനെ ഭഗവാന്റെ ആ ലീലകൾ കേട്ട് ഭഗവാൻ തന്നെ ഒരു ഉരുകിപ്പോകുന്ന അവസ്ഥ. അതാണ് ഇവിടെ ആ കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്ന, അതോ വലിയൊരു ഹാള്, ഒരു സഭാമന്ദിരം, അതിൻ്റെ പുറത്താണ് ഭഗവാൻ ഇരിക്കുന്നത്. ഭഗവാന്റെ ശരീരം ഇങ്ങനെ മനസ്സ് ഭഗവാന്റെ ഉരുകുന്ന പോലെ ശരീരവും ബ്രഹ്മദ്രവമായിട്ട് മാറാൻ പോകുന്ന ഒരവസ്ഥ വന്നു ചേർന്നു എന്നാണ്. ഇത് കണ്ടു ദേവന്മാർ ഉടനെ നാരദ മഹർഷിയെ അയക്കുകയാണ്. നാരദ മഹർഷിയോട് പറയുന്നു, ഇനി ശ്രീകൃഷ്ണ ഭഗവാൻ എന്നൊരു വ്യക്തി തന്നെ ഉണ്ടാവില്ല, കാരണം ഇതൊരു ബ്രഹ്മദ്രവമായിട്ട് സാഗരമായിട്ട് മാറാൻ പോവുകയാണ്. നാരദൻ ഇത് അങ്ങനെ ആവുന്നതിന് മുമ്പേ അവിടുന്ന് ഭഗവാന്റെ അടുത്ത് ചൊല്ലൂ എന്ന് പറയാണ്. അങ്ങനെ നാരദ മഹർഷിയെ കണ്ടതോടുകൂടി ഭഗവാൻ പൂർവ്വരൂപം പ്രാപിച്ചു. അതാണ് ജഗന്നാഥൻ്റെ രൂപഭേദം വരാൻ ഇതാണ് കാരണം എന്നാണ്. പിന്നെ ഭഗവാന്റെ ഏറ്റവും കലിയുഗത്തിലെ ഈശ്വരൻ ആരാന്ന് ചോദിച്ചാൽ
ഭഗവാൻ ജഗന്നാഥൻ എന്ന് പറയേണ്ടതായിട്ട് വരും. കാരണം ഭഗവാന്റെ രൂപം നാമവും ഇല്ല എന്ന് വിശ്വസിച്ചിരിക്കുന്നവർക്ക് ആദ്യം എന്താണ്, അതായത് നിർവ്യക്തിക രൂപമാണ് ഭഗവാൻ എന്ന് വിശ്വസിക്കുന്ന അവർക്ക് ആദ്യം ഭഗവാന്റെ ചുണ്ട് ആണ് പ്രത്യക്ഷപ്പെട്ടത് എന്നാണ്. കീഴ്ചുണ്ടാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ഈ ചുണ്ട്, ഒരു കീഴ്ചുണ്ടുണ്ടായാൽ അതായത് മേൽചുണ്ടുണ്ടാവുമല്ലോ, അങ്ങനെ ആ ചുണ്ടുള്ളവർക്ക് വായ ഉണ്ടാവുമല്ലോ. നോക്കണേ, നിർവ്യക്തികവാദികളായിട്ടുള്ളവരെ ഭക്തന്മാരാക്കി മാറ്റുന്ന പ്രത്യേകത ജഗന്നാഥൻ്റെ ഈ രൂപത്തിനുണ്ട് എന്നാണ്. അപ്പോൾ ഭഗവാന്റെ ചുണ്ടുകളാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ സംസാരിക്കാൻ പറ്റുന്നുള്ളവർക്ക് കാണാനും സാധിക്കുമല്ലോ. അപ്പോൾ ഭഗവാൻ എല്ലാവരെയും, ഭഗവാനെ തന്നെ കാണാൻ ഇവിടെ തൻ്റെ അടുത്ത് വരാൻ സാധിക്കാത്തവരെ പോലും അനുഗ്രഹിച്ചുകൊണ്ടാണ് ഭഗവാൻ ഓരോ വർഷവും രഥയാത്രയായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നാണ്. ആദ്യത്തെ രഥയാത്ര ദ്വാരകയിൽ നിന്നും വൃന്ദാവനത്തിലേക്കാണ് ഉണ്ടായത് എന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. അങ്ങനെ എങ്ങനെയാണോ ഭഗവാൻ നീലാചലത്തിൽ നിന്നും ഗുണ്ടിച്ച ടെമ്പിൾ, ഗുണ്ടിച്ച എന്ന് പറഞ്ഞാൽ അത് ഇന്ദ്രദ്യുമ്ന രാജാവ്, അദ്ദേഹത്തിൻ്റെ പത്നിയാണ് ഗുണ്ടിച്ച ദേവി. രണ്ടുപേരും അവരുടെ ആ രാജ്യം വിട്ട്, മാഴ്വ എന്നുള്ള ആ രാജ്യം വിട്ടിട്ട് അവർ വരുന്നു എന്നിട്ട് ഭഗവാനെ സേവിക്കാനായിട്ട്. അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് ജഗന്നാഥൻ പ്രത്യക്ഷമായത് എന്നാണ്. അങ്ങനെ ആ ക്ഷേത്രം പണി ചെയ്ത് ഋഷി തുല്യന്മാരായിട്ട് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെയധികം സന്തോഷിച്ചു ജഗന്നാഥൻ. ഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, ചോദിച്ചു എന്താണ് വരം വേണ്ടത് എന്ന്. ആദ്യം മഹാരാജാവ് പറയുന്നു, ഭഗവാനെ, എനിക്ക് ഒരേ ഒരാഗ്രഹം മാത്രമാണ്. എനിക്ക് ഇനി വംശം നിലനിൽക്കണം എന്ന് ആഗ്രഹമില്ല. കാരണം ഇനി വരുന്ന തലമുറക്കാർ ഇതേപോലെ ഭഗവാനെ സേവിക്കുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് ഈ വംശം ഞാൻ ഇനി ആഗ്രഹിക്കുന്നില്ല, ഈ വംശത്തിന് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കണില്ല. അതുകൊണ്ട് എന്നോട് കൂടി ഈ വംശം അവസാനിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അവിടുത്തെ പാദത്തെ സേവിച്ചുകൊണ്ട് ജീവിതം സഫലമാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇന്ദ്രദ്യുമ്ന രാജാവ് പറഞ്ഞു. അമ്മയോട് ഭഗവാൻ ചോദിക്കുകയാണ് എന്താണ് അമ്മയ്ക്ക് ആഗ്രഹം എന്നുള്ളത്. അപ്പോൾ ഗുണ്ടിച്ചാദേവി ആണ് ഇന്ദ്രദ്യുമ്നൻ്റെ പത്നി. അവർ പറയുന്നു, എനിക്ക് ഭഗവാനെ അങ്ങനെ വംശം വേണ്ടാന്ന് ഒട്ടും അഭിപ്രായമില്ല. ഭഗവാനെ സേവിക്കുന്ന ഒരു വംശം, ഒരു ഉണ്ണി ഉണ്ടാവാനായിട്ട് അനുഗ്രഹിക്കണേന്ന് പറയാണ്. എങ്ങനെ അത് രണ്ടും കൂടി ഒന്നിച്ച് സാധിപ്പിക്കുക? അതുകൊണ്ടാണ് അത്രേ ഭഗവാൻ പറയുന്നു, ഞാൻ എൻ്റെ അമ്മയുടെ പുത്രനായിട്ട് 7 ദിവസം എവിടെ ഉണ്ടാവും? ഗുണ്ടിച്ച ക്ഷേത്രത്തിൽ അവിടെ ഞാനുണ്ടാവും എന്ന് പറയാണ്. ഞാൻ സാന്നിധ്യം, അമ്മയെ കാണാനായിട്ട് ഞാൻ അവിടേക്ക് വരും എന്ന് പറയാണ്. അങ്ങനെ ആ ഗുണ്ടിച്ച ക്ഷേത്രത്തിലേക്ക് ഭഗവാൻ തൻ്റെ അമ്മയെ കാണാൻ പോകുന്ന ആ ഒരു സംഭവം, അതാണ് രഥയാത്രയായിട്ട് പറയുന്നത് എന്നാണ്. അങ്ങനെ പോകുന്ന വഴിക്കോ, അതായത് ദ്വാരകയിൽ നിന്നും വൃന്ദാവനത്തിലേക്കുള്ള യാത്ര പോലെ അത്രയും വിശേഷപ്പെട്ട യാത്രയാണ് ഭഗവാന്റെ രഥയാത്ര എന്നുള്ളത്. ശ്രീല പ്രഭുപാദരുടെ എന്തെന്നില്ലാത്ത അശ്രാന്തമായ പരിശ്രമം കൊണ്ട് ഇന്ന് ലോകം മുഴുവൻ രഥയാത്ര വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്ങും ജഗന്നാഥൻ്റെ രഥയാത്ര ഇല്ലാത്ത ലോകത്തിലൊരു രാജ്യമില്ല എന്നാണ് പറയുന്നത്. കാരണം ഭഗവാന്റെ തിരുനാമങ്ങൾ, കൃഷ്ണൻ്റെ നാമം, രാധാറാണിയുടെ നാമങ്ങൾ, ഭാഗവത കഥകൾ എങ്ങും അങ്ങനെ അതിൻ്റെ കീർത്തി പരന്നൊഴുകുന്നത് പോലെ രഥയാത്രയുടെ ഭഗവാന്റെ ദിവ്യമായ വൈഭവങ്ങളും എങ്ങും നിറഞ്ഞൊഴുകുന്നു. അതാണ് നമ്മളുടെ കുഗ്രാമമായിട്ടുള്ള അരീക്കോട് എന്നുള്ള ഈ ഒരു കുഗ്രാമം, അത് ലോക പ്രസിദ്ധി ആർജിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ രഥയാത്ര വളരെ ഭംഗിയായിട്ട് നടക്കാൻ, പൂർവാധികം ഗംഭീരമായിട്ട് അത് നടത്താനായിട്ട് അതിൻ്റെ സംഘാടകർക്ക് സാധിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട്, ശരീരം കൊണ്ട് അവിടെ അല്ലെങ്കിലും മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ടും അവിടെ ഞാനുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും അതൊരു അനുഭൂതിയായിട്ട് മാറട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഗുരു മഹാരാജൻ്റെയും ശ്രീ ഗുരുവായൂരപ്പൻ്റെയും പാദത്തിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.